ലോജിക്കായിട്ടാണ് തിങ്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് നല്ലൊരു ജോലി, നല്ല വീട്, സമാധാനം, സന്തോഷം. ഇനി സ്പിരിച്വൽ ഒരു ലൈഫാണെങ്കിലും മോക്ഷം കിട്ടുക, ആത്മാവിനെ അറിയുക. ഇത് രണ്ടും ആണെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മൾ വരുന്നൊരു സ്ഥലം നമുക്കൊരു സമാധാനം വേണം, സന്തോഷം വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്നാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഒരു നൂറ്റാണ്ട് എടുത്ത 2026 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ സമാധാനം അന്വേഷിക്കുന്ന ആൾക്കാർ, അത് വേണമെങ്കിൽ വളരെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാരും ആകാം, അതല്ലാതെ ആൾക്കാരും ആകാം. അതായത് ഒരിക്കലും ഒരാളെ കണ്ടിട്ട് ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകൾ വളരെ ലളിതമായിട്ട് ജീവിക്കുന്നുണ്ടാകും, ചില ആളുകൾ വളരെ മോഡേൺ ആയിട്ട് എല്ലാ ലക്ഷറി കാര്യങ്ങളും ഒക്കെ എൻജോയ് ചെയ്തിട്ട് പോകുന്നുണ്ടാകും. കാരണം മനുഷ്യനൊരു ഫ്രീ വീൽ ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാം നമ്മൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ യൂസ് ചെയ്യണം, മെറ്റീരിയൽസ് എങ്ങനെ ചെയ്യണം, എല്ലാം നമ്മളുടെ കയ്യിലാണ്. എന്ത് വേണം എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ്. പക്ഷേ ഇവരെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്നത്, സ്പിരിച്വാലിറ്റിയിലുള്ള എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്നത് സർവീസും മറ്റുള്ളവർക്ക് നന്മകളുമാണ്. ഇൻഡയറക്റ്റ്ലി നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ ഇതിൽ ആ ഒരു ഡിഫറൻസ് പറയണത്, ഇതിൽ ഓൾറെഡി ഇതിനെപ്പറ്റി മനസ്സിലാക്കിയവർ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇത് കൊണ്ടുപോകും. ബാക്കിയുള്ളവർ ഒരു പക്ഷേ അറിയാതെ ആയിരിക്കും ഈ സർവീസ് ചെയ്തിട്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എല്ലാത്തിലും അൾട്ടിമേറ്റ് സാധനം സമാധാനമാണ്. ഓക്കെ, സന്തോഷമാണ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പോൾ അതിന് നമ്മളാൽ കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റും എന്നതിലാണ് എന്നതിലാണ് ആ ഒരു ഇമ്പോർട്ടൻസ്, പ്രസക്തമായൊരു കാര്യം അതാണ്.